ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഉപ്പുമാവിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ നുറുക്ക് ഗോതമ്പ് ഒന്ന് കഴുകിയെടുക്കണം. ഇപ്പോൾ ഞാൻ ഈ നുറുക്ക് ഗോതമ്പൊക്കെ ഒന്ന് കഴുകിയെടുത്തു. എന്നിട്ട് ഇത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വയ്ക്കണം. എന്നിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇത് നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ നുറുക്ക് ഗോതമ്പിലെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് അതൊരു കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പിലാണ് ഞാൻ നുറുക്ക് ഗോതമ്പ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കപ്പിൽ നമുക്ക് 2 കപ്പ് വെള്ളം ഇതിലേക്ക് വേവുന്നതിനായിട്ട് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് നുറുക്ക് ഗോതമ്പിന് നമ്മൾ 2 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ കുക്കർ മൂടി വെച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നത്. ഒരു 2 വിസിലൊക്കെ ആകുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടും. 2 വിസിൽ വന്നതിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ പ്രഷറും പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ നുറുക്ക് ഗോതമ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ വെള്ളമൊക്കെ നന്നായി കറക്റ്റ് പാകത്തിനായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്നിലൊന്നും ഒട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ നുറുക്ക് ഗോതമ്പ് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇനി നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാൻ ഒരു ചെറിയ സവോള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിരിക്കുകയാണ്. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പിലയുണ്ട്. ഒരു ക്യാരറ്റിൻ്റെ പകുതി ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്കിതിലേക്ക് വേണ്ടത്. പിന്നെ ബീൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്ന് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്ന പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഉഴുന്ന പരിപ്പൊക്കെ ഒന്ന് കളറ് മാറി വരണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഉഴുന്നുപരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ചെറിയൊരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സവാളയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സവാളയുടെ കളറൊന്നും മാറിപ്പോകരുത്, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി ചോപ്പ് ചെയ്തതും അതുപോലെ പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും സവാളയും എല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴേക്ക് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് നമ്മൾ ചോപ്പ് ചെയ്താണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പം ഞാൻ ക്യാരറ്റും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കാം. ക്യാരറ്റൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, കാരണം നമ്മൾ തീരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഈ വെജിറ്റബിൾസിലേക്കുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ വെജിറ്റബിൾസ് ഒക്കെയും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ സൂചി ഗോതമ്പും അതുപോലെ നമ്മൾ വേവിച്ചെടുത്ത വെജിറ്റബിൾസും എല്ലാം നന്നായിട്ട് മിക്സായി വരണം. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്